വിശുദ്ധന്മാരായ ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് എപ്പോഴും ചെയ്യുന്നത് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യാണ് കർത്താവിനോടുള്ള ഏകാഗ്രത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ഇന്ന് നടക്കുന്ന ഒരു പ്രധാന കാര്യമല്ലേ പ്രിയമുള്ളവരെ? വിശുദ്ധന്മാരായ ആളുകൾ എത്ര പേരാണ് യേശു യേശു എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്നത്? വിശുദ്ധന്മാരായ ആളുകളെല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്നത്. അതിന് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് നേടാനാണ് നടക്കുന്നത്. എനിക്ക് മായി ഇതാണ് എപ്പോഴും പറയുന്നത്. രണ്ട് വാക്കുകളാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഇറ്റ് ഈസ് ഐ, ഇറ്റ് ഈസ് മൈൻ. ഇത് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് നടക്കുന്നവൻ എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവൻ പ്രാണനെ സ്നേഹിക്കുന്നു. എപ്പോഴാണ് പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത്? ഞാൻ എൻ്റെ എന്ന വാക്ക് നമ്മുടെ വൊക്കാബുലറിയിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും സ്വർഗസ്വനായ എൻ്റെ പിതാവേ എന്നാണ് പറഞ്ഞത്. അല്ല, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. എന്താ സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നിൽ നിന്നും എനിക്ക് എന്നതിൽ നിന്നും ഉള്ള വലിയൊരു വിടുതലാണ്. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നൊരു കാര്യമാണ്. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, പിശാച് ഈ കാര്യത്തിൽ വിജയിക്കുന്നുണ്ടോ? നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവസന്നിധി നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും വെച്ചുകൊണ്ട് അവൻ കുറ്റം ചുമത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. എന്താണ്? യേശുവിൻ്റെ രക്തം. പക്ഷേ ഞാൻ എൻ്റെ പ്രാണനെ സ്നേഹിച്ചു. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോയത് പണത്തിന് വേണ്ടിയാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് ബിസിനസ് നന്നാകാനാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് ജോലി കിട്ടാനാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് കാര്യങ്ങൾ സാധിക്കാനാണ് എന്നെങ്ങാനും പിശാച് അവിടെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ സാക്ഷ്യം ആവശ്യമാണ്. എന്ത് സാക്ഷ്യം? മരണപര്യന്തം ഞങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ല. വി ഡു നോട്ട് ലവ് അവർ ലൈഫ്. ഞങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ല. നമ്മളുടെ പ്രാണനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയുമെന്നാണ് പറയുന്നത്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഫ് യു ലവ് യുവർ ലൈഫ് യു ആർ ലൂസിങ് ഇറ്റ് ഇറ്റേണലി. അതാണ് ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ എന്ത് ചെയ്യും? കളയും. നമ്മൾ വാക്യം വായിക്കുമ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇഫ് യു ലവ് യുവർ ലൈഫ് യു ലോസ്റ്റ് ഇറ്റ് ഫോർ ഇറ്റേണലി. നിങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യമായിട്ട് നഷ്ടമായി പോകുന്നു. നമ്മളോടൊന്ന് ചോദിച്ചേ, നമ്മുടെ പ്രാണനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതായ ഒരു കാര്യം, ഇവിടെ നമ്മൾ വായിച്ച ഭാഗം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അതായത് പിശാചിൻ്റെ മനസ്സിൽ ഇവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താനുള്ള അവൻ്റെ ഡിവോഷൻ ഭയങ്കരമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഹാർഡ് വർക്കാണ്. നമുക്കറിയാം, നമുക്കില്ലാത്ത രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് ഡിവോഷൻ. എന്ത് ഡിവോഷൻ? ദൈവത്തോടുള്ള ഡിവോഷൻ അല്ല, അവൻ്റെ ജോലി ചെയ്യാനുള്ള ഡിവോഷൻ. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. രാപ്പകൽ അവൻ അതിനുവേണ്ടി പണിയെടുക്കും, അധ്വാനിക്കും, നല്ലതായിട്ട് അധ്വാനിക്കും. അവനൊരു കാര്യം മനസ്സിലാക്കി, അവൻ്റെ ലക്ഷ്യം എന്താണ്? അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്ത്? എത്രയും കൂടുതൽ ആളുകളെ എവിടെ കൊണ്ടുപോകണം? നരകത്തിൽ കൊണ്ടുപോകണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. പക്ഷേ എത്രയും കൂടുതൽ ആളുകളെ കൊണ്ടുപോകണമെന്ന് ഉള്ള ആഗ്രഹത്തോടെ സാത്താൻ പ്രവർത്തിക്കുന്ന ആ വേഗത എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ചിന്തയിൽ നമുക്കുണ്ടോ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ദി അപ്പോയിന്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. കാലം ചുരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും. ആ ഭാഗം നമ്മൾ വായിക്കണം. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാക്യം ഇന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു, വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. ദി അപ്പോയിന്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. കാലം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും. എന്താ അതിൻ്റെ അർത്ഥം? ഇനി വിവാഹം കഴിച്ചവരും ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നല്ല നോക്കേണ്ടത്, കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതിന് വേറെ ദുരുപദേശമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. കല്യാണം കഴിക്കരുതെന്നോ
ഒന്നുമല്ല. കല്യാണമൊക്കെ കഴിച്ചു, പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മളുടെ കുടുംബത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഇല്ല. ഇനിയിപ്പോൾ പിശാചിന് ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാനും എനിക്ക് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ഒരേ സമയമേ ഉള്ളൂ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഇനിയിപ്പോൾ പിശാചിന് ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാനും എനിക്ക് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും കുറച്ച് സമയമേ ഉള്ളൂ. എൻ്റെ ഡെഡ് ലൈൻ വരികയാണ്. ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ. അവൻ്റെ വരവടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പത്രഭാഷയാണ് ശരിക്കും ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് പത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് പത്രം പ്രസ്സിലേക്ക് കയറ്റേണ്ട ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല. അതുവരെ അവർക്ക് വെട്ടും തിരുത്തും കുത്തും എല്ലാം നടത്താം, ടൈറ്റിൽ മാറ്റാം, എന്ത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പത്രം രാത്രി 11:45 അടിക്കുന്നതെങ്കിൽ 11:30 വരെയുള്ള വാർത്ത അവർക്ക് അതിനകത്ത് 11:44 വരെയുള്ള വാർത്ത അവർക്ക് കയറ്റാം. പക്ഷെ പത്രത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, പ്രസിൽ കയറി കഴിഞ്ഞാൽ പിന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രസിലേക്ക് പത്രം കയറേണ്ട സമയമാണ്. അതുകൊണ്ട് ആ ഡെഡ് ലൈൻ അനുസരിച്ചാണ് ഒരു ജേർണലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളിപ്പോൾ ഒരു ഡെഡ് ലൈനിൽ എത്തിയിരിക്കുകയാണ്. എന്ത്? ഇത് അന്ത്യകാലമാണ്. കാലം ചുരുങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു. അത് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം പിശാചിനറിയാം. അതുകൊണ്ട് നമുക്കും അവനും ഒരേ സമയമേ ഉള്ളൂ. അവൻ എത്രയും കൂടുതൽ ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു, നമ്മൾ എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അവൻ്റെ ആ തീഷ്ണത, അതാ നല്ല വാക്ക്, അവൻ്റെ തീഷ്ണത, അവൻ്റെ സുവിശേഷം അല്ലെങ്കിൽ അവൻ്റെ ദുർവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള തീഷ്ണത സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് നമുക്കുണ്ടോ? മോഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണോ? അങ്ങനെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ പലർക്കും. ചിലപ്പോൾ ആളുകൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേ എന്ന്, നമ്മൾ വേദോസ്തത്തിലെ വാക്യമല്ല, വേദോസ്തത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നു. കർത്താവ് പറഞ്ഞു, സഭ എന്ന് പറയുന്നു ആമേൻ കർത്താവേ വരണമേ. ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴൊന്നും വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കർത്താവേ, നിന്റെ സമയത്ത് നീ അങ്ങ് തീരുമാനിച്ചെങ്കിൽ വന്നാൽ മതി, ഞങ്ങളോട് സുഖമായിട്ട് ജീവിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിശ്വാസികൾ കഴിയുന്നത്. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്ത്? ഞാൻ മാത്രമായിട്ട് അങ്ങ് പോവുകയല്ല, എനിക്ക് എത്രയും പേരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം. പിശാച് പറയുന്നത് എത്രയും പേരെ എനിക്ക് നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ്. അതുകൊണ്ട് പിശാച് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൻ എത്രയും പേരെ പാപത്തിലേക്ക് വീഴിക്കുകയും വിശുദ്ധന്മാരെ വളരെയേറെ സ്വാധീനിച്ച് ലോകത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുകയുമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് പണ്ടും ഇന്നും എപ്പോഴും പിശാച് ഒത്തിരി എണ്ണത്തെ കർത്താവിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലേ? അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന് ദൈവം കുരുടാക്കിയിരിക്കുന്നു. അതൊരു വലിയൊരു ഒരു ഫാക്റ്റാണ്. ഒത്തിരി പേരെ പിശാച് യേശുവിനെ അറിയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിൽ യേശുവിനെ അറിഞ്ഞവരുടെ ഇടയിലും അവൻ്റെ വർക്ക് ഭയങ്കരമാണ്. കാര്യം വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഈ ലോകത്തെ വെറുത്തുകൊണ്ട് വരാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും സ്റ്റാൻഡേർഡിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പിശാച് ഇന്ന് വിശ്വാസികളുടെ നല്ല ഒന്നാന്തരമായിട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെയൊക്കെ ഡിവോഷൻ മാറ്റിക്കളഞ്ഞു. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ സഭയിലുള്ളവരുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ, നമ്മൾക്കറിയാവുന്നവരുടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിശാച് എന്ത് ചെയ്യുന്നു? ദൈവത്തോടുള്ള, യേശുവിനോടുള്ള ഡിവോഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തെ സ്നേഹിക്കാൻ, ലോകത്തെ പ്രണയിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വന്ന് പ്രസംഗങ്ങൾ പോലും അങ്ങനെയായി. ലോകത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് ഇപ്പോൾ ടെലിവിഷനിലും ക്രൂസൈഡുകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയും വിശ്വാസികളെ തന്നെ ലോകചിന്ത നിറയ്ക്കാനായിട്ട്. കാര്യം പിശാചിനറിയാം വിശ്വാസികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുക? ലോകത്തെ സ്നേഹിപ്പിക്കുക, പാപത്തെ പ്രണയിക്കുക എന്നുള്ളതാണ്.
അത് ചെയ്യുന്ന ഈ പിശാചിൻ്റെ പ്രവൃത്തി അത് നമ്മൾ തിരിച്ചറിയണം. അതിനകത്ത് നമ്മൾ കെണിയിൽ പെട്ടുപോകരുത്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? we need to see that we are reaching more people. പിശാചിന് ഒരാളെയും കൊടുക്കാതെ, പിശാച് എത്രയും ആളുകളെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ പിശാചിന് ഒരാളെയും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി അവരെ നേടുവാനായിട്ട് പരിശ്രമിക്കണം. പാലാപട്ടണത്തിലുള്ള എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോകണമെന്ന പിശാചിൻ്റെ ആഗ്രഹം. പക്ഷേ പാലാപട്ടണത്തിലുള്ള എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കണം ഈ ചർച്ചിൽ കൂടുന്ന എല്ലാ വ്യക്തികളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും. നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയിരിക്കരുത്. നമ്മൾ പലപ്പോഴും സൗകര്യപ്രദമായ സമയവും സ്ഥലവും ഒക്കെ നോക്കിയാണ് പലപ്പോഴും ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട്, കർത്താവിന് വേണ്ടി സാക്ഷിക്കാൻ ഉള്ള കാര്യം, അതിനെനിക്കൊരു ബ്രദറെ എനിക്കൊരു അവസരം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. എന്താ അവസരം? എന്തോ എല്ലാ മീറ്റിങ്ങിനും പ്രസംഗിക്കാൻ ആളുണ്ട്, എനിക്കൊരു അവസരം കിട്ടുന്നില്ലെന്ന്. മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നതാണോ കർത്താവിനെ സാക്ഷിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്? കർത്താവിനെ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽവക്കത്തേക്ക് പോകൂ, നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് പറ, അവരോട് സംസാരിക്ക്. ഞാൻ പറയട്ടെ, എല്ലാ വിശ്വാസികളും സുവിശേഷ പ്രവർത്തനം ചെയ്യാനാണ് വേദോസം പഠിപ്പിക്കുന്നത്, അല്ലാതെ പാസ്റ്റർമാർ മാത്രം ചെയ്യാനൊന്നും അല്ല കർത്താവ് പഠിപ്പിക്കും. ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദി ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലർജി, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ, ദ ലെയ്റ്റി. ഇനി സുവിശേഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി വേർതിരിഞ്ഞ് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന സുവിശേഷകരായ ആളുകളുടെ കയ്യിൽ മാത്രമൊന്നുമല്ല. സുവിശേഷത്തിൻ്റെ ഭാവി നിങ്ങളെയും എന്നെയും പോലെ കൂടെ സാധാരണക്കാരായ ആളുകളുടെ ലെയ്റ്റിയുടെ കയ്യിലാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് സ്വർഗത്തിൻ്റെ പരാജയമാണ്, പിശാചിൻ്റെ വിജയമാണ്. നിങ്ങൾ ഓരോ വ്യക്തിയെയും കർത്താവിന് വേണ്ടി നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ആ വ്യക്തി നരകത്തിലേക്ക് പോവുകയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ പരാജയവും ആരുടെ വിജയമാണ്? പിശാചിൻ്റെ വിജയമാണ്. ഈ ബോധ്യം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സമയവും സൗകര്യവും കാര്യങ്ങളും ഒന്നും നോക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്രിയേഷനും മറ്റുള്ള കാര്യങ്ങളും ഒന്നും നമ്മൾ പരിശ്രമിക്കത്തില്ല. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യമുള്ളവൻ അവൻ്റെ ബാക്കിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും, അതാണ് കൊരിന്ത്യർ ലേഖനത്തിലെ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത. വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും വാങ്ങിയവൻ ഉള്ളവൻ ഇല്ലാത്തവനെ പോലെയും അവൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? യേശു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എത്രയും കൂടുതൽ ആളുകളെ കർത്താവിന് വേണ്ടി നേടണം. അത് മാത്രമേ ഉള്ളൂ. കാലം ചുരുങ്ങിയിരിക്കുന്നു. ദി അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. നമ്മൾ സുഖമായിട്ട് നമ്മൾ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ്. നമുക്കൊരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, സാഹചര്യം ഇല്ലാത്തപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് പരിശ്രമിക്കണം. കഷ്ടപ്പെട്ട് തന്നെ സുവിശേഷം അറിയിക്കണം. ഞാനൊരു സ്റ്റോറി, എന്നെ ഒത്തിരി സ്വാധീനിച്ചതായ ഒരു സ്റ്റോറിയുണ്ട്. ഒരു സഭയിലെ ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ മകനും, ചെറിയ സഭയാണ്, സ്മോൾ ചർച്ച്. ഈ പാസ്റ്ററും മകനും കൂടെ എന്നും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ട്രാക്റ്റ് കൊടുക്കാൻ പോകുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും, അന്നേരം പറയാം അതിൻ്റെ സുഖം. എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും. ഒരു ഞായറാഴ്ച ഈ പാസ്റ്റർക്ക് അസാമാന്യമായ രീതിയിലുള്ള വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിച്ചു, എന്താ പണിയുള്ളത് കൊണ്ട് അവിടെ ഇരിക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ മോൻ പറഞ്ഞു, ഡാഡ് ഐ ആം ഗോയിങ്, ഈവൻ ഇഫ് യു ആർ നോട്ട് കമ്മിങ് ഐ ആം ഗോയിങ്. അവൻ കൊച്ചു ചെറുക്കനാണ്. പപ്പ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ വണ്ടിയിൽ അങ്ങനെ പോകുന്നു. നോക്കിയപ്പോഴത്തേക്ക് മഴച്ചാറ്റലുള്ളത് കൊണ്ട് പപ്പ പറഞ്ഞു, മോനെ ഇവിടെ മഴ ചാറുന്നുണ്ടല്ലോ, നമ്മൾ പോകുമായിരുന്നെങ്കിൽ വണ്ടിയിലങ്ങ് പോകുമായിരുന്നു, പക്ഷേ മഴ ചാറുന്നുണ്ടല്ലോ, മഴ ചാറിയാൽ പനി പിടിക്കത്തില്ലേ? എന്നാൽ ഇവൻ തിരിച്ച് ചോദിക്കും, മഴയത്ത് ആളുകൾ നരകത്തിൽ പോകത്തില്ലേ? ഇവൻ തിരിച്ച് അപ്പനോട് ചോദിച്ച ചോദ്യം, ഈവൻ വെൻ ഇറ്റ് ഈസ് റെയിൻ പീപ്പിൾ ഗോ ടു ഹെൽ. മഴ പെയ്യുമ്പോഴും ആളുകൾ എങ്ങോട്ട് പോകുന്നു? നരകത്തിലേക്ക് പോകുന്നു. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചെറിയ കഥയാണ്.